ഹായ് ആൾ. അപ്പോൾ ഡേ 2 ഓഫ് വർക്ക്ഷോപ്പാണ്. മൂവ്മെൻറ്റ് വർക്ക്ഷോപ്പിൻ്റെ ഡേ 2 ആയിരുന്നു. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ വാമപ്പ് ഇല്ലാതെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? സോ വാമപ്പിന് ശേഷമാണ് നമ്മൾ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇന്നത്തെ മൂവ്മെൻ്റ് ആണ് ഫ്രണ്ട് ഫ്ലിപ്പ്. സോ അതിൻ്റെ ബേസിക്സ് ആയ ഫ്രണ്ട് റോൾ, അതുപോലെ ഡൈവ് റോൾ. അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് ഫ്ലിപ്പിലേക്ക് വരുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്റ്റുഡൻസിനെ കൊണ്ട് ഫ്രണ്ട് റോളാണ് ചെയ്യിപ്പിച്ചത്. ആണല്ലോ, എല്ലാവരും ഫ്രണ്ട് റോളിൻ്റെ ബേസിക്സ് മനസ്സിലാക്കുന്നു. പിന്നെ മനസ്സിലാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയൊരു ഹൈറ്റുള്ള ഒബ്സ്റ്റക്കിൾ വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഫ്രണ്ട് റോൾ ചെയ്യുന്നു. കുറേയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഒബ്സ്റ്റക്കിൾ വെച്ചപ്പോൾ ഇതേപോലെ നമുക്ക് ഫ്രണ്ട് ഫ്ലിപ്പ് ചെയ്യാനുള്ള ഒരു ഐഡിയ വന്നിട്ടുണ്ടായി. അതിനുശേഷം നമ്മൾ ഒബ്സ്റ്റക്കിൾ എടുത്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് ഫ്ലിപ്പ് ട്രൈ ചെയ്ത് കുറേ പേരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ പേടി പോകാനായിരുന്നു കുറച്ചുകൂടെ ടൈം വേണ്ടിയത്. പിന്നെ ഹൈറ്റ് എടുത്ത് നമ്മുടെ ഫ്രണ്ട് റോൾ തന്നെ ചെയ്യുന്നതാണ് ഫ്രണ്ട് ഫ്ലിപ്പായി മാറുന്നത്. സോ നമ്മുടെ മോസ്റ്റ് ഓഫ് ദ 90% അല്ല 100% സ്റ്റുഡൻസ് നമ്മൾ ഫ്രണ്ട് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ലാൻഡിങ് ആയിരുന്നു ലാസ്റ്റിലെ പാർട്ട്. ലാൻഡിങ് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ലാൻഡ് ചെയ്യാൻ പറ്റി. അതിലെല്ലാവരും ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റൗണ്ട്സ് ഇങ്ങനെ ചെയ്ത് എല്ലാവരെയും പേടി ഇങ്ങനെ പോക്കി അതിൽ മോസ്റ്റ് ഓഫ് ദം പക്കയായിട്ട് ലാൻഡ് ചെയ്യാൻ വേണ്ടി നോക്കി. കുറേ പേർക്ക് ഹൈറ്റ് ഉണ്ടായിരുന്നു, കുറേ പേർക്ക് ഹൈറ്റ് ഇല്ലാതെ അവർ ലാൻഡ് ചെയ്തു. അപ്പോൾ കോമൺ മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ചിലവർക്ക് ഹൈറ്റ് ഉപയോഗിക്കാൻ പറ്റിയില്ല, ചിലരാണെങ്കിൽ ഹൈറ്റ് എടുക്കാതെ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ രണ്ടിൻ്റെ ഒരു മിക്സാണ് ഈ ഫ്രണ്ട് ഫ്ലിപ്പിൻ്റെ ലാൻഡിങ് എന്ന് പറയുന്നത്. സോ മാക്സിമം ഹൈറ്റ് പിന്നെ റൊട്ടേറ്റ് ചെയ്ത് ലാൻഡ് ചെയ്യുക. സോ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതാ റിലാക്സ് ചെയ്തിരിക്കുന്നു. സോ അപ്പോൾ ഇനി ഡേ 3 കാണാം.